ഇപ്പോൾ എസ്റ്റാബ്ലിഷായി നിൽക്കുന്ന കേരളത്തിലെ എസ്റ്റാബ്ലിഷായി നിൽക്കുന്ന ബിസിനസ്സുകളെല്ലാം തന്നെ 80കളിലും 90കളിലും തുടങ്ങിയ ബിസിനസ്സുകളാണെങ്കിൽ ആ ബിസിനസ്സിന്റെ നെക്സ്റ്റ് തലമുറ, അടുത്ത ജനറേഷൻ, അതായത് ഈ ബിസിനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഭയന്നിട്ട് സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കേരളത്തിനെ ബാധിക്കും. ഈ സെക്കൻഡ് ജനറേഷൻ വളരെ കംഫർട്ടായിട്ട് ജീവിച്ച ആളുകളാണ്. അവർക്ക് ഇത് എങ്ങനെ ഇവിടെ കൈകാര്യം ചെയ്യും കേരളത്തിൽ എന്ന് വിചാരിക്കുവാണെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് ലോകത്തിന് മുഴുവൻ ബിസിനസ് കൊടുക്കുന്ന ആളുകളാണ് മലയാളികൾ. അത്തരം ബിസിനസ്സുകാർക്ക് ഈ പുതിയ തലമുറ ബിസിനസ്സിനെ ഭയന്ന് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, ബിസിനസ് വേണ്ട എന്ന് വിചാരിക്കുവാണെങ്കിൽ കേരളം ഒന്ന് കിടുങ്ങും. ഈ ബിസിനസ് അവർക്ക് വേണ്ടി ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ ജീവനോപാധിയായിട്ട് ഓരോ ജീവനക്കാരും എടുത്ത് ആ ബിസിനസിന്റെ കൂടെ നിൽക്കുന്ന തരത്തിലേക്ക്, ഈ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻസ് കൊടുക്കുന്ന തരത്തിലേക്ക് ഒരു ഓണർഷിപ്പ് മൈൻഡ് സെറ്റ് ഇനിയുള്ള ബിസിനസ്സിന് വരാതെ വന്നാൽ ട്രേഡ് മാത്രം നടത്തുന്ന കേരളം ശരിക്കും ബുദ്ധിമുട്ടിലേക്ക് വരും.